നല്ലതായിട്ട് കുറുകി വരണം അടയുടെ കൂടെ തന്നെ. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര ചേർക്കണം. ഏലക്ക തട്ടി വെച്ചിട്ടുണ്ട്. അതുകൂടെ അതിനകത്തൊട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ച് ചേർക്കരുത്. അപ്പം നാരുനാരുകൾ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ അതിലിട്ട് ഇടിച്ച് ചതച്ച് വെച്ചിരിക്കും. അതും കൂടി ഇതിനകത്തോട്ട് പിന്നീട് ആഡ് ചെയ്യും. ഇത് കുറേ നേരം ചവിട്ടി പിടിക്കാതെ ചട്ടുകം വെച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. തവി വെച്ചാകുമ്പം എല്ലായിടും ഒരുപോലെ എത്തില്ല. അപ്പം നമ്മളിങ്ങനെ നല്ലതായിട്ട് ഇളക്കി കൈമാറി ഇളക്കണം. അപ്പോൾ പഞ്ചസാര ഇത്രയും ഒരളവിനാണ്. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഈ അടയിലും ചവ്വരിയിലും പാലിലും എല്ലാം നല്ലതായിട്ട് ഒന്ന് പിടിക്കണം പഞ്ചസാര. അതിനെ നല്ലതായിട്ട് ഇളക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് നെയ്യൊഴിച്ച് ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തെടുക്കുകയാണ്. ഇതൊന്ന് അണ്ടിപ്പരിപ്പ് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കിസ്മിസ് അതിലോട്ട് ചേർക്കാവുള്ളൂ, മുന്തിരിങ്ങ. അപ്പോൾ അത് നല്ലതായിട്ട് ഫ്രൈ ആവും മീൻസ് ബലൂണ് പോലെ വീർത്ത് വരില്ലേ. അപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ട് ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ മുന്തിരിങ്ങയെല്ലാം അതിനകത്തോട്ട് ഇളക്കി വേണം. നമ്മൾ നെയ്യ് ഒരുപാടങ്ങ് ചേർക്കാറില്ല, കുറച്ച് പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇളക്കി ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് അത് നല്ലതായിട്ട് തീർത്ത് വരുന്നത്. കണ്ടോ? ഇനി നമ്മൾ ആ തട്ടി വെച്ച ഏലക്ക ഈ കുറുകി വന്ന് മിക്സിലോട്ട് ചേർക്കണം. പാലട മിക്സിലോട്ട് ചേർക്കണം. എന്നിട്ട് നല്ലതായിട്ട് പിന്നെ ഇളക്കി യോജിപ്പിക്കണം. അപ്പം നല്ലതായിട്ട് ഏലക്കയുടെ ഫ്ലേവറില്ല പായസത്തിലോട്ട് ആഡാവും. അതായത് നല്ലൊരു മണമൊക്കെ വരും. ഇനി ഇതങ്ങോട്ട് വറുത്ത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാലട മിക്സ് തയ്യാർ. കണ്ടോ? എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റൊക്കെ ഇടണം. കണ്ടോ? നമ്മളത് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് വറുത്ത് വെക്കണം. ഇനി ഇതിരുന്ന് നല്ലതായിട്ട് കുറുകും. ചൊവ്വരിയൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറുകുമ്പോൾ നമ്മൾ ശകലം പാല് തിളച്ചതെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് മിൽക്ക് മെയ്ഡ് ഒരു ശകലവും കൂടെ ഉണ്ട്. അത് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇച്ചിരി പാലൂടെ ഒഴിച്ച് അതിനകത്തോട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി അതങ്ങനെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാലട കുടിക്കാം. ഇപ്പം നമ്മൾ പിന്നെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പാല് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ വെച്ചായിരുന്നു. നമ്മുടെ പായസം നല്ല സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു ഫ്രണ്ട്സ്.